ദൈവത്തിനോടും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും നന്ദി പറയുന്ന ആദ്യമേ തന്നെ. അപ്പൊ ഇന്ന് നമ്മൾ ഈ നേരിടുക, അത് നേടിയെടുക്കുക എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള ഒരു ഷെയറിംഗ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം നേരിടുക, നേടിയെടുക്കുക, ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ അംഗങ്ങൾ ഏത് രീതിയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ പിന്തുടരേണ്ടത്, അല്ലെ പ്രാവർത്തികമാക്കേണ്ടത് എന്നാണല്ലോ നമ്മൾ പങ്കുവെച്ച് പോകേണ്ടതായിട്ടുള്ളത്. അപ്പം അതിലേക്ക് നമ്മൾ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ അംഗങ്ങളെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് യിൽ എത്തുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടവും, രണ്ടാമത്തെ യിൽ എത്തിയതിന് ശേഷമുള്ള ഒരു കാലഘട്ടവും. അപ്പോൾ യിൽ എത്തിയതിന് ശേഷമുള്ള കാലഘട്ടത്തിലൂടെയുള്ള നമ്മുടെ ഒരു സഞ്ചാരവും ജീവിതവും, അതിനെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വസ്തുതകളെ അല്ലെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നേരിടുകയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യിൽ എത്തുന്നതിന് മുമ്പ്, കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒരു ജീവിതം, അത് നമ്മുടെ ഒരു ശൈശവ ബാല്യകാലം മുതൽ യിൽ എത്തുന്ന മദ്യപാന കാലഘട്ടം, അത് വഴിവിട്ടു പോകുന്നത്, അത് കഴിഞ്ഞ് കൂട്ടായ്മയിൽ എത്തുന്നത്, ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു, പ്രത്യേകിച്ചും നമ്മുടെ അമിത മദ്യപാന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ പ്രശ്നങ്ങളെ നേരിട്ടിരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രശ്നങ്ങളെ നേരിടുകയായിരുന്നില്ല ചെയ്തിരുന്നത്, മറിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയായിരുന്നു. എല്ലാത്തിൽ നിന്നും, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും, നമ്മുടെ ചുമതലകളിൽ നിന്നും, കർത്തവ്യങ്ങളിൽ നിന്നും എല്ലാം നമ്മൾ ഒളിച്ചോടുക എന്നുള്ള ഒരു സമീപനമായിരുന്നു. ഒരു ഭീരുവിനെ പോലെ എല്ലാത്തിനെയും നിന്നുള്ള ആ ഒരു ഉൾവലിയലല്ലേ, ഒളിച്ചോട്ടമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ അമിത മദ്യപാന കാലഘട്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ യിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഒരവസ്ഥ മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മനോഭാവവും ജീവിതവും, നമ്മുടെ കൂട്ടായ്മ പറയുന്ന പോലെ തന്നെ ഒരു ഓൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ്, മാറിയ മനോഭാവം. യഥാർത്ഥത്തിൽ ഒരു മാറിയ മനോഭാവം എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല ഈ ഓൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ശരിയായ രീതിയിലുള്ള ഒരു മാനസിക പരിവർത്തനം അല്ലെങ്കിൽ മാനസാന്തരം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ യാഥാർത്ഥ്യ ബോധങ്ങളോട് അല്ലെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങളെ നമുക്ക് ഇതിൻ്റെ അകത്ത് സമീപിക്കാൻ, ഒരു സമചിത്തതയോടുകൂടി സമീപിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പം ജൂൺ 14, അതായത് നാളത്തെ പ്രതിദിന മനങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഒരു വാചകം തന്നെ ഇതാണ്: ജീവിതത്തെ അത് ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പം ജീവിതത്തെ അത് ആയിരിക്കുന്ന അവസ്ഥയിൽ, എന്താണോ യഥാർത്ഥ ജീവിതം, എന്താണോ യഥാർത്ഥ സാഹചര്യം, എന്താണോ യഥാർത്ഥ ചുറ്റുപാടുകൾ, അതിനെ അതേ രീതിയിൽ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളതാണ്, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ നമുക്കതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം സമചിത്തതയോടെ, പ്രശാന്ത മനസ്സോടെ, അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ഈ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ പ്രശാന്തതയാണല്ലോ. യഥാർത്ഥ ലോകത്തെ, യാഥാർത്ഥ്യങ്ങളെ ആന്തരികമായ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിയുക, കൈകാര്യം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം, പരിവർത്തനം ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുമാകുള്ളൂ. അപ്പൊ ഈ അത്തരത്തിലുള്ള ഒരു ശ്രമത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് പലപ്പോഴും പരാജയപ്പെടാതെ എത്തിയാലും സംഭവിക്കാം. പരാജയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ കഠിനമായിട്ട് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാം. എത്തിയിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ഇപ്പം ബില്ലിന്റെ കഥയിൽ അത് അദ്ദേഹം പറയുന്നുണ്ട്, വ്യക്തിഗതകളിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെടുന്ന, കുടുംബം, ഭാര്യ ഉൾപ്പെടെ അതിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോകുന്ന ഘട്ടമുണ്ട്. പക്ഷെ ഇതൊക്കെ സംഭവിക്കപ്പെടുമ്പോഴും നമുക്കുണ്ടാക്കുന്ന
ആ പരിവർത്തനം, മാറ്റം ഇതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന വിധമുള്ള ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നുള്ള ആ പുസ്തകത്തിന്റെ പേജ് 93 പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കഠിനമായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടാൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പരാജയത്തിന്റെ വേദനകൾ നേട്ടങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നെ ഇത് കഠിനമായിട്ടുള്ള പരാജയം സംഭവിച്ചാൽ പോലും നമ്മൾ ഇതിൻ്റെ അകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ആ ഒരു പരാജയത്തിന്റെ വേദനകൾ പോലും നേട്ടങ്ങളായിട്ട് യഥാർത്ഥത്തിൽ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതും അത് തന്നെയാണ്. ഇനി അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്, 2 പടി പ്രവർത്തനങ്ങളിൽ. 2 പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 1-ാം പടിയും 12-ാം പടിയും നമ്മുടെ കൂട്ടായ്മയിൽ എത്തിപ്പെടുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ആ 2 പടികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് കൂടുതലായിട്ട് നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അങ്ങനെ ആ 2 പടി പ്രവർത്തനങ്ങളിൽ നിന്ന് 12 പടികൾ എന്ന നിലയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഏത് ദുരിതത്തെയും നേരിടാനുള്ള കരുത്തുണ്ടാവുന്നു. അത് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന പുസ്തകത്തിന്റെ 113-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്. അപ്പൊ ഈ പരാജയങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അത് ജീവിതത്തിന്റെ ഭാഗമാണ്, പരാജയം വിജയവും ഉണ്ടാവും. ആ കഠിനമായിട്ട് നമ്മൾ വിജയത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ ആ പരാജയത്തിന്റെ വേദനകൾ നേട്ടങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അതില് പലപ്പോഴും നമ്മൾ ഈ 2 പടിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 1-ാം പടിയുടെ ആദ്യ ഭാഗം മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത. ഈ മദ്യത്തിന് മുന്നിലുള്ള ആ ശക്തിഹീനത എന്ന് അംഗീകരിച്ചുകൊണ്ട്, കുറെയെങ്കിലും അംഗീകരിച്ചുകൊണ്ട് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് കുടിയിൽ നിന്ന് ഒരു എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിൽ ജീവിച്ച ഒരു മദ്യാസക്തൻ അല്ലെങ്കിൽ ഒരു കുടിയൻ ഇപ്പോൾ കുടിക്കാതിരിക്കുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ആ 12-ാം പടി പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രം. അപ്പം 1-ാം പടിയുടെ ആദ്യ ഭാഗവും 12-ാം പടിയുടെ ഈ സന്ദേശം, യഥാർത്ഥത്തിൽ 12-ാം പടി സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങള്, ആ മാറ്റങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം, ഗാന്ധിജിയുടെ അതേ വാക്കുകൾ, അതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മറ്റു മദ്യപാനികളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിലുള്ള 12-ാം പടി എന്ന് പറയുന്നത്, അല്ലെ 12-ാം പടി സന്ദേശം എന്ന് പറയുന്നത്. അപ്പം നമ്മളതിനെ വളരെ സൗകര്യപൂർവ്വം, നമ്മൾ അത്തരത്തിലുള്ള ആളുകളാണല്ലോ മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ, ഇതിനെ എല്ലാം രീതിയിൽ ലഘൂകരിക്കാമോ, ക്രോഡീകരിക്കാമോ, അങ്ങനെയെല്ലാം ക്രോഡീകരിച്ചു. 1-ാം പടിയുടെ ആദ്യ ഭാഗം മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത, അതുപോലെ തന്നെ ആ ശക്തിഹീനത അംഗീകരിച്ചുകൊണ്ട് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ 12-ാം പടിയിൽ എനിക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് എന്നെപ്പോലെ സമാനമായുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റു കുടിയന്മാർക്ക് ആ സന്ദേശം കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രം ചെയ്യാതെ നമ്മൾ 12 പടികളിലൂടെയും സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാത്തരം ദുരിതങ്ങളെയും നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടാവുമെന്ന് പറയുന്നു. അതാണ് നമ്മുടെ കൂട്ടായ്മ നമ്മളോട് നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പം ഈ 1-ാം പടിയുടെ ആദ്യ ഭാഗം അംഗീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ 12-ാം പടിയിൽ നമ്മുടെ കുടിയിൽ നിന്ന് മാറി നിൽക്കൽ എന്നുള്ള ആ സന്ദേശം മാത്രം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂട്ടായ്മ പറയുന്ന രീതിയിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെ നേരിടാനോ അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനോ ശരിയായ രീതിയിൽ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ ഈ 1-ാം പടിയുടെ ആദ്യ ഭാഗം അംഗീകരിക്കല് മദ്യത്തിനുള്ള ശക്തി, നമ്മുടെ ഏതിലൂടെ സഞ്ചരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരത്തില്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പുരോഗതിയുടെ ഒരു ഘട്ടത്തിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബോധ്യമാകുന്ന തിരിച്ചറിവുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മദ്യത്തിന് മുന്നിലല്ല നമ്മുടെ ശക്തിഹീനത നിൽക്കുന്നത്, മദ്യത്തിന് മുന്നിൽ നമ്മൾ ശക്തിഹീനരല്ല. അതും നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയുള്ള സഞ്ചാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മദ്യാസക്തിക്ക് മുന്നിലാണ് നമ്മൾ ശക്തിഹീനർ. മദ്യത്തിന് മുന്നിലാണ് ശക്തിഹീനരെങ്കിൽ നമുക്കറിയാമല്ലോ, പല നമ്മുടെ അംഗങ്ങളും അതിൻ്റെ അകത്ത് പങ്കുവെക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. പലപ്പോഴും മദ്യം വിളമ്പുന്ന അവസരങ്ങളിലോ അങ്ങനെയുള്ള വേദികളിലോ അല്ലെങ്കിൽ മദ്യശാലകളിലേക്കോ ഷാപ്പുകളിലേക്കോ ബാറുകളിലേക്കോ ഒക്കെ കൂട്ടുകാരോടൊപ്പം ഈ കുടിക്കാതിരിക്കുന്ന അവസ്ഥയിലും നമ്മൾ പോകാറുണ്ട്, അത്തരം സദസ്സുകളിൽ ഇരിക്കാറുണ്ട്. അപ്പം മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു എടുത്ത് നമ്മൾ അപ്പോൾ തന്നെ കുടിക്കുമല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ
മദ്യത്തിന് മുന്നിലല്ല, മദ്യാസക്തിക്ക് മുന്നിലാണ് ശക്തിഹീനനെന്ന് അതിൽ നമ്മൾ ആഴത്തിലുള്ള ഒരു സഞ്ചാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തരും. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മൾ അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ അത് നേടിയെടുക്കുന്നു, അതാണ് നമ്മുടെ ഷെയറിങ് വിഷയം എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ശരിയായ രീതിയിലുള്ള ഒരു മാനസിക പരിവർത്തനം തന്നെ നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അതിന് നമ്മൾ വിധേയമാവണം, തയ്യാറാവണം. അത് എത്രമാത്രം? അപ്പൊ അതിനു മുൻപ് എയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എവിടെയാണെന്നൊന്ന് തുടങ്ങേണ്ടത്, ജീവിതം നമ്മൾ എങ്ങനെ തുടങ്ങണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകണം. ഇപ്പം നമുക്ക് കുടിക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ഒരു മദ്യാസക്തനാണെങ്കിൽ, ഒരു മദ്യാസക്ത രോഗിയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ 1ഉം 12ഉം പടികളിലെ ആ ചെറിയ ഭാഗങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ കൂട്ടായ്മ പറയുന്ന രീതിയിലുള്ള ആന്തരികമായ ഒരു സമാധാനമോ ശരിയായ രീതിയിലുള്ള ഒരു സുബോധ ജീവിതമോ അനുഭവിക്കാനോ ആസ്വദിക്കാനോ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം കുടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് നമ്മുടെ നേട്ടങ്ങളും പുരോഗതികളും ഉണ്ട്. പ്രത്യേകിച്ചും തുടക്കത്തിലൊക്കെ ഉണ്ടാകുന്ന ആ ഭൗതിക സാഹചര്യങ്ങളിലുള്ള പുരോഗതി. നമ്മൾ കുടിക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുടിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ആ പണവും മറ്റും കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ആവശ്യങ്ങളിലേക്കും നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നു. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. വലിയ ഒരു തുക തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിമാസം അത്തരത്തിലൊരു കണക്കെടുപ്പൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് നടത്തി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു വലിയ ഭൗതികമായ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു പുരോഗതി തന്നെ നമ്മൾ തുടക്കകാലങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിലുള്ള ജീവിതത്തെ നമ്മൾ നേരിട്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് അതിന് പറ്റുന്ന ഒരു മാനസികാവസ്ഥ, പ്രശാന്ത മനസ്ഥിതി നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, അതായത് കൂട്ടായ്മ പറയുന്ന പ്രശാന്തത, ആന്തരികമായ സമാധാനത്തോടെയും സന്തോഷത്തോടെയും തെളിഞ്ഞ കണ്ണുകളോടെ യഥാർത്ഥ ലോകത്തെ നോക്കിക്കാണുക, അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയുക എന്നുള്ള ആ പ്രശാന്തതയിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ നമ്മൾ വൈകാരിക തലത്തിൽ വളരെയധികം നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അല്ലാത്തടത്തോളം കാലം നമ്മൾ ഈ പ്രതിസന്ധികളിൽ നമ്മളവിടെ നിൽക്കും. കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള പ്രതിസന്ധികളിൽ തന്നെ മാറി നിൽക്കുന്നു എന്നുള്ള വലിയ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമുക്ക് ശരിയായ അർത്ഥത്തിൽ നമ്മുടെ കൂട്ടായ്മ പറയുന്ന രീതിയിലുള്ള ഒരു പുരോഗതിയോ വളർച്ചയോ സമാധാനമോ സന്തോഷമോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അവിടെ നമ്മുടെ ഈ യാത്ര തുടങ്ങുമ്പോൾ മുൻപ് നമ്മൾ പല മീറ്റിങ്ങുകളിലും ഷെയർ ചെയ്യപ്പെട്ടതുപോലെ തന്നെ ശരിക്കുമുള്ള ഞാൻ ആര് എന്നുള്ള കൃത്യമായിട്ടുള്ള എന്നെ തിരിച്ചറിയലിലൂടെയാണ് യഥാർത്ഥത്തിൽ യാത്ര തുടങ്ങേണ്ടത്. ആ തിരിച്ചറിയലിൽ നിന്ന് എന്നെ തിരിച്ചറിയുക, അല്ലെങ്കിൽ എന്നെ ഞാൻ കൃത്യമായിട്ടും വിലയിരുത്തി ഞാൻ ആര് എന്നുള്ള ആ ഒരു മനസ്സിലാക്കലിലൂടെ ആയിരിക്കണം നമ്മുടെ യാത്ര തുടങ്ങേണ്ടത്. അതിപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു 4-ാം പടിയുടെ ഭാഗമായിട്ടുള്ള ശരിക്കും ധാർമ്മിക നിലവാരത്തെ നമ്മൾ അതിൻ്റെ അകത്ത് സൂക്ഷ്മതയോടെയും ഭയം കൂടാതെയുള്ള വിലയിരുത്തലല്ലോ ഉദ്ദേശിക്കുന്നത്. കൂട്ടായ്മ, കാരണം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് തുടക്കത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വേണ്ടത്ര അറിവോ അതനുസരിച്ചുള്ള ആ ഒരു കാര്യങ്ങളൊന്നും തുടക്കത്തിൽ നമുക്കുണ്ടാവില്ല. നമ്മളൊരു തുടക്കക്കാരനാണ്. നമ്മൾ കൂട്ടായ്മ അതിൻ്റെ രീതികൾ മുന്നോട്ടുള്ള സഞ്ചാരത്തൊക്കെ പതുക്കെ അറിഞ്ഞു വരുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ യാത്രയുടെ ഭാഗമാകുമ്പോൾ, ഈ ജീവിത രീതിയുടെ ഭാഗമാകുമ്പോൾ ഞാൻ ആര് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് മുൻപും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏത് കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെയുള്ള യാത്രകളായിരുന്നു പലതും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ പോലും നമ്മൾ സഞ്ചരിക്കുന്ന ദിശ തെറ്റായിരിക്കും, അല്ലെ വഴികൾ തെറ്റായിരിക്കും. അപ്പോൾ ഇത് രണ്ടും, നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യവും നമ്മൾ അതിലെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശരിയായ വഴിയിലൂടെയുള്ള സഞ്ചാരവും സാധ്യമാകത്തക്ക രീതിയിൽ നമ്മൾ മാറ്റപ്പെടണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം എയിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം, അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും കാരണം എന്ന് പറയുന്നത് കുടിയാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നത്.
പക്ഷേ നമ്മൾ എഐയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, അല്ലെ കുടിയിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ അത് അതിൻ്റെതായ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ. അതിലേറ്റവും അധികം നമുക്ക് അതിൻ്റെ തിരിച്ചറിയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിൽ ഒരുപാട് ആസക്തികളുണ്ട്. അതിൽ മദ്യാസക്തി ഏറ്റവും കുഴപ്പം പിടിച്ച രീതിയിൽ എൻ്റെ ഏറ്റവും മുകളിലേക്ക് വന്നു എന്നുള്ളതായിരുന്നു സത്യം. ഒരുപാട് ആസക്തികൾ നമ്മളിൽ നിൽക്കുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമായ മദ്യാസക്തി മറ്റെല്ലാ ആസക്തികളെക്കാളും മുന്നിലേക്ക് വരികയും അത് നമുക്കും മറ്റുള്ളവർക്കും പ്രകടമാകുന്ന രീതിയിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ദുരിതത്തിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നം അല്ലെ ആ ഒരു ആസക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാമെന്ന്, നമ്മുടെ എല്ലാവിധ സന്തോഷവും സമാധാനവും നമുക്ക് എൻ്റെ അകത്ത് തിരികെ വരണമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു പ്രശാന്തത നമ്മളിൽ നിന്ന് എപ്പോഴോ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ മദ്യപാനത്തിന്റെ കാലഘട്ടത്തിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അതിനോടൊപ്പമുള്ള അനിയന്ത്രിതമായ ജീവിതത്തിന്റെ കാലഘട്ടത്തിലാവട്ടെ, ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് സംഭവിച്ചതായ എല്ലാവിധ നഷ്ടപ്പെടലുകളും കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നതോടുകൂടി നമുക്ക് തിരികെ എത്തണമായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം മറ്റൊരുപാട് ആസക്തികൾ, ഇതേ ഒരു വിഷയം യാദൃച്ഛികമായിട്ടാണെങ്കിൽ പോലെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഷെയറിങ്ങിന് തുടർന്ന് ഒരു 2 വർഷക്കാരനായിരുന്ന ഒരു AA മെമ്പർ ഷെയർ ചെയ്തപ്പോൾ അന്നുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത്, മദ്യപിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ വഴിവിട്ട ഒരു സഞ്ചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പരസ്ത്രീ ബന്ധങ്ങളും അതിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീയെ അന്നേ ദിവസം അദ്ദേഹവും മറ്റൊരു സുഹൃത്തും കൂടി ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ യാദൃച്ഛികമായി കാണാനിടയായതും, അപ്പോൾ ഇവര് രണ്ടുപേരും പരസ്പരം ഇവരൊരുമിച്ച് ആ സ്ത്രീയെ സമീപിച്ചിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും, അപ്പൊ എല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അന്നേ ദിവസം അത് വീണ്ടും സംഭവിക്കുമായിരുന്നു. അപ്പോഴും ആ പഴയ കാലങ്ങളും ആ പഴയ ജീവിതവും അത്തരത്തിലുള്ള ആ ഒരു നമ്മുടെ സ്വഭാവ വൈകല്യത്തിന്റെ അല്ലെ ജന്മവാസനയുടേതായ ആ ചിന്തകൾ അദ്ദേഹത്തിൽ അന്നുണ്ടായി എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം ശരിക്കും അത്തരത്തിലുള്ള ഒരുപാട് ആസക്തികൾ നമ്മളിൽ ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നിലനിൽക്കുന്നു. അതൊന്നും കുടിയിൽ നിന്നുണ്ടായതല്ല. അത് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് മുൻപ് പങ്കുവെച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജന്മവാസനകൾ വന്യമായി പോയതാണ് ഈ നശിച്ച കുടിയുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ അടിസ്ഥാനപരമായിട്ട് തകർത്തെറിയുന്ന തരത്തിലേക്കുള്ള ആസക്തികളിൽ പലതും ബാക്കി വെച്ചുകൊണ്ടാണ് കുടിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ പലതും നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളുടെയോ ജന്മവാസനകളുടെയോ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ആ ജന്മവാസനകളെ തിരിച്ചറിയുകയും സ്വഭാവ വൈകല്യങ്ങളെ തിരിച്ചറിയുകയും അതിലൂടെയുള്ള ഒരു തിരുത്തലുകളും അവയിലും നമ്മൾ കുടിയുടെ കാര്യത്തിൽ ചെയ്ത പോലെയുള്ള ആ ഒരു മാറി നിൽക്കലുകളും മാറ്റപ്പെടലുകളും പരിവർത്തനങ്ങളും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്ത് വിവേകപൂർവ്വം കാര്യങ്ങളെ നമുക്ക് അതിൻ്റെ അകത്ത് നോക്കിക്കാണുന്നതിന് കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അത്തരം ആസക്തികളെ ഒക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയും, മദ്യപാനം മാത്രമായിരുന്നോ നമ്മുടെ പ്രശ്നം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും ഇത്തരം ആസക്തികളെ കൂടി തിരിച്ചറിയുന്നതിലൂടെ മദ്യപാനത്തെ എങ്ങനെ 24 മണിക്കൂർ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നു, അതേ രീതിയിൽ തന്നെ മറ്റ് ആസക്തികളെയും നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റി നിർത്തുക. അതല്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ഒരു അപകടം. ഇനി കുടിയിൽ നിന്ന് മാത്രം മാറി നിന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകൾ പൂർണ്ണമായിട്ടും സ്വാർത്ഥരായിരിക്കും എന്നാണ് നമ്മുടെ കൂട്ടായ്മ തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് അത്തരത്തിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തെ അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്ക് കാണാൻ കഴിയുമോ? അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് ഞാൻ പ്രാപ്തനാകുമോ അല്ലെങ്കിൽ പ്രാപ്തനാണോ എന്നുള്ള ആ ഒരു ചിന്തയും നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നുണ്ട്. അതും നമ്മൾ ജീവിത രീതിയിലൂടെ ഉള്ള സഞ്ചാരത്തിന്റെ തുടക്കഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. മദ്യാസക്തിക്ക് പുറമേയുള്ള മറ്റ് ആസക്തികൾ എന്തെല്ലാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അക്കാര്യത്തിൽ ഈ മദ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത്
രീതിയാണോ സ്വീകരിച്ചിരിക്കുന്ന അതേ രീതി തന്നെ നമ്മൾ പിന്തുടർന്നുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടും അതിൽ നിന്നും പതുക്കെ പതുക്കെ നമ്മൾ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ സുബോധാവസ്ഥ നല്ല രീതിയിലേക്ക് എത്തിപ്പെടുള്ളൂ. അപ്പോൾ നല്ല ശരിയായ രീതിയിലുള്ള കൂട്ടായ്മ പറയുന്ന രീതിയിലുള്ള ഒരു വൈകാരിക സുബോധാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന ഈ നേരിടുക, നേടിയെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി പല പ്രശ്നങ്ങളെയും നമ്മൾ അതിലൊക്കെ ഞാനൊക്കെ എൻ്റെ അകത്ത് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ മുൻപ് ഞാൻ അതിൻ്റെ അകത്ത് പങ്കുവെച്ച് പോയിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വളർന്നു വന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും പഠന കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ആ സംഘടന നൽകിയ ഒരുപാട് നല്ല സന്ദേശങ്ങൾ, തത്വങ്ങൾ, അതിൽ കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചതിലൂടെ നമുക്ക് മനസ്സിൽ അടിയുറച്ചു പോയ ചില മൂല്യങ്ങൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സഞ്ചാരമായതുകൊണ്ട് ഒരു മനസ്സിന് ഒരു കരുത്ത്. ഇപ്പം നമ്മൾ ഈ മദ്യാസക്തരായിട്ടുള്ള ആളുകൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലുള്ളവരാണ്, ഏറ്റവും ദുർബലരാണ്. വളരെ പെട്ടെന്ന് ഇപ്പം നമ്മൾ ഏത് തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരു അവസ്ഥകളിലും വളരെ പെട്ടെന്ന് തന്നെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയും അതനുസരിച്ചുള്ള പ്രതികരണവും പ്രവൃത്തികളും വാക്കുകളും ഒക്കെ നമ്മളിൽ നിന്നും ഉറപ്പായിട്ടും പുറത്തേക്ക് വരുന്നതും ഒക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ഞാൻ അന്നൊക്കെയുള്ള ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ മദ്യപാനത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിൽ ശക്തമായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അന്നൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാവണം. അന്ന് ചിന്തിച്ചു പോയ ചില കാര്യങ്ങളാണ്. വെല്ലുവിളികൾ ഉണ്ടാവണം, തിരിച്ചടികൾ ഉണ്ടാവണം, പരാജയങ്ങൾ ഉണ്ടാവണം. പക്ഷെ ഈ പരാജയങ്ങളും തിരിച്ചടികളും ഉണ്ടായി നമ്മൾ വീണു പോകുമ്പോൾ ആ വീണിടത്ത് കിടക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവിടുന്ന് നമ്മൾ പൂർവാധീന ശക്തിയോടെ നമ്മൾ എഴുന്നേറ്റ് നടക്കുകയോ ഓടുകയോ ചെയ്യണം. ഒരിക്കലും വീഴ്ചയിൽ തകർന്നു പോവുകയോ വീണു പോവുകയല്ല ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനത്തെ ഏതെല്ലാം രീതിയിൽ ഞാൻ എന്നിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചോ അതെല്ലാം പരാജയപ്പെട്ടപ്പോഴും വീണ്ടും വീണ്ടും ഈ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കരുത്തും ഊർജവും അല്ലെങ്കിൽ എൻ്റെ ഒരു യൗവന കാലഘട്ടത്തിലോ കൗമാര കാലഘട്ടത്തിലോ മനസ്സിൽ പതിഞ്ഞ ഈ ഒരു ചിന്തയിൽ നിന്നാണ് പ്രധാനമായിട്ടും വന്നിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ചിന്തകളും ആശയങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ പരാജയങ്ങളെ അല്ലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഉള്ള ആ ഒരു കരുത്ത് ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൗമാര യൗവന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലും അങ്ങനെയുള്ള ചിന്താഗതികളിലൂടെയും സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളെ നേരിടുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഒരു ഉയർന്ന തലത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ചിന്ത അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു, ഒരിക്കലും നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തി അക്കരയ്ക്ക് എത്തുന്നത് നമ്മുടെ വിജയമല്ല എന്നും, മറിച്ച് ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തി നമ്മൾ അക്കരെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമ്മുടെ ഒരു എഫർട്ടും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ വെള്ളത്തിനെ മറികടന്നുകൊണ്ട്, ആ ശക്തിയെ മറികടന്നുകൊണ്ട്, ആ ഒഴുക്കിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി അക്കരെ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സുഖം. അപ്പോൾ ആ ഒരു മാനസിക സുഖം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ അധ്വാനവും അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രമവും നമ്മുടെ ഒരു പ്രവൃത്തിയും കൂടെ കാരണമാണല്ലോ, വെള്ളത്തിന്റെ ആ ഒരു ശക്തിയുടെ സഹായമല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അക്കരെ എത്താൻ സഹായിച്ചത് എന്നുള്ള ഒരു ചിന്തയും മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതികൾ അല്ലെങ്കിൽ ഈ നമ്മുടെ മദ്യപാന കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി എയിലൂടെ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കപ്പെടുന്ന ആ ചിന്താഗതികളിലെ മാറ്റം അല്ലെ ആ പരിവർത്തനം നമ്മൾ പ്രശ്നങ്ങളെ നേരിടുന്ന കാര്യത്തിലും നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയും. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് ഉടലെടുത്ത് നമ്മുടെ അമിതമായ കുടിയിൽ നിന്നല്ലോ, എയിൽ എത്തുന്നത് വരെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിനു മുൻപ് തന്നെ ഇപ്പം പലപ്പോഴും അതിൻ്റെ അകത്ത് ഈ ഒന്നാം പടിയുടെ രണ്ടാം ഭാഗം ജീവിതത്തിന്റെ അനിയന്ത്രിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അനിയന്ത്രിതാവസ്ഥയ്ക്ക് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജന്മവാസനകളും സ്വഭാവ വൈകല്യങ്ങളും തന്നെയായിരുന്നു. അതാണ് പലപ്പോഴും നമ്മളെ അമിതമായ കുടിയിലേക്ക് എത്തിച്ചിരുന്നത്. പിന്നെ ഈ രോഗം നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് തീവ്രമായി പോയി എന്നുള്ളത് മാത്രമാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്.
അപ്പം ആ ജന്മവാസനകളെയും മറ്റാസക്തികളെയും തിരിച്ചറിയുക എന്നുള്ളതും നമ്മുടെ ഈ യാത്രയുടെ തുടക്കത്തിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെയും കൈകാര്യം ചെയ്യപ്പെടുന്നതിലും നേരിടുന്നതിലും നമ്മൾ ശരിയായ രീതിയിൽ അങ്ങനെ ഒരു ബോധ്യവും നമുക്കുണ്ടാവണം. മദ്യമല്ലാതെയുള്ള മറ്റാസക്തികൾ, ഞാൻ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ആരാണെന്ന് എന്നിലേക്ക് തന്നെയുള്ള എൻ്റെ നോട്ടത്തിലൂടെ അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലൂടെയുള്ള തുടക്കത്തിലുള്ള ആ ഒരു തിരിച്ചറിവ്, പിന്നെ അത് പടികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ തയ്യാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാലാമ്പടിയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ടും, ഇപ്പം നാലാമ്പടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കെ ഒരു സ്പോൺസർ ഇല്ലാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയപ്പോൾ എനിക്ക് ആദ്യകാലത്ത് കിട്ടിയ ഒരു ചെക്ക് ലിസ്റ്റിൽ 200-ൽ താഴെ ചോദ്യങ്ങളൊക്കെ ഉത്തരമായിരുന്നു എഴുതേണ്ടിയിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത്, ഈ 12 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ അടുത്ത കാലത്ത് ഈ പടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ സണ്ണിച്ചേട്ടൻ സൂചിപ്പിച്ച നമ്മുടെ ലാംബർട്ട് മാഷിന്റെ ഒരു പ്രോഗ്രാമുകൾ ഒരു വർഷക്കാലമായിട്ട് കോഴിക്കോട് നടക്കുന്നുണ്ടായിരുന്നു. ഓരോ പടികളും ഓരോ മാസം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 11 വർഷക്കാലമായിട്ടുള്ള എയിലൂടെ സഞ്ചാരത്തിൽ നിന്നുണ്ടായതിനേക്കാൾ ഒരുപാട് ബോധ്യങ്ങളും തിരിച്ചറിവുകളുമാണ് കഴിഞ്ഞ ഒരു 10 മാസക്കാലം കൊണ്ടുണ്ടായെന്നുള്ളതാണ് ഈ സത്യം. അപ്പൊ അവിടെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ അങ്ങനെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ ആ നാലാമ്പടിയുടെ ഒരു ചോദ്യാവലി എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അതിൽ ഏകദേശം 380ഓളം ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം എയിലൂടെയുള്ള സഞ്ചാരത്തിൽ നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ പുരോഗതിയിൽ ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുമ്പോൾ കൂടുതൽ തിരിച്ചറിവുകളും കൂടുതൽ വ്യക്തതകളും എല്ലാം നമുക്ക് വരും. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ മദ്യത്തിന് മുന്നിലല്ല, യഥാർത്ഥത്തിൽ മദ്യാസക്തിക്ക് മുന്നിലാണ് നമ്മൾ ശക്തിഹീനത എന്നുള്ളത്. അത് കൂട്ടായ്മയിലൂടെയുള്ള സഞ്ചാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇവിടെ നിന്നൊക്കെ വേണം നമുക്ക് അതിൻ്റെ അകത്ത് ഈ തുടക്കം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ ജീവിത രീതി നമ്മൾ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പാലിക്കേണ്ട ഒരു 3 കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ കൂട്ടായ്മ പറയുന്നല്ലോ. ഒന്ന് നമ്മുടെ കടുത്ത സത്യസന്ധത, സന്നദ്ധത, അതുപോലെ തന്നെ തുറന്ന മനസ്സ്. അതിൽ ഇത് 3ഉം പ്രധാനപ്പെട്ടതാണെങ്കിലും പലപ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് പല അംഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യസന്ധത. ആ സത്യസന്ധതയുടെ കാര്യത്തിൽ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സത്യസന്ധതയുടെ കാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു, അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചിന്തിച്ചു പോകേണ്ടതുണ്ട്. എവിടെ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു തുടക്കം എന്താണ്, സത്യസന്ധതയുടെ കാര്യത്തിൽ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും, അതായത് എത്തുന്നതിന് മുമ്പ് മദ്യപാന കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ അകത്ത് എടുത്താലും അതിൻ്റെ മുൻപോട്ടുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാലും നമ്മൾ നമ്മളോട് തന്നെ എത്രമാത്രം സത്യസന്ധത പുലർത്തിയിരുന്നു, ആ സത്യസന്ധത ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു, അത് നമ്മൾ ചിന്തിച്ചു പോകേണ്ടത്. ഇനി പലപ്പോഴും നമ്മളിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് കുടുംബജീവിതം നയിക്കുന്നവരാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എത്തുന്ന സമയത്തുള്ള നമ്മുടെ സത്യസന്ധത, എന്നോട് ഞാൻ എത്രമാത്രം സത്യസന്ധനായിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എത്രമാത്രം സത്യസന്ധത കാണിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. രണ്ടാമത്, നമ്മൾ മറ്റാരേക്കാളും സമൂഹത്തോടും ചുറ്റുപാടുകളെക്കാളും ഒക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, രണ്ടാമത് എൻ്റെ ഭാര്യയോട് ഞാൻ എത്രമാത്രം വിശ്വസ്തനായിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം സത്യസന്ധനായിരുന്നു. അതായത് കൂട്ടായ്മയിൽ ഏതൊരു കാര്യങ്ങളും പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഏതോ ഒരു പ്രവൃത്തിയുടെയും നല്ല ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ഗുണവും ദോഷവും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതായത് ആദ്യം നമ്മളിൽ എങ്ങനെ ബാധിച്ചിരിക്കുന്നു, പ്രതിഫലിച്ചിരിക്കുന്നു, രണ്ടാമത് ഈ കാര്യങ്ങളൊക്കെ ഭാര്യയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, ഭാര്യയിൽ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ 12-ാം പടി സന്ദേശത്തിന്റെ കാര്യത്തിൽ പോലും അതാ പറയുന്നത്. ആ സന്ദേശം യഥാർത്ഥത്തിൽ ആദ്യം നമ്മളോട് തന്നെയും, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണല്ലോ, എൻ്റെ ജീവിതം എന്താണെന്ന് എന്നോട് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് പറയുക. അതുപോലെ തന്നെ രണ്ടാമത് പറയേണ്ടത്, രണ്ടാമത് ആ സന്ദേശം കൊടുക്കേണ്ടത് ഭാര്യയ്ക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയുള്ള സഞ്ചാരത്തിൽ ആ പുരോഗതിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളാണ്.
അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയാണ് ജീവിതത്തിൽ എത്തിക്കഴിയുമ്പോഴുള്ള നമ്മുടെ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ നേരിടുകയും അതിന്റെ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്ന ആ ഒരു തലം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഭാര്യയോട് ഇത് ചെയ്യാൻ പറയുന്നതിന് ഒരു കാരണം നമ്മുടെ കൂട്ടായ്മ പറയുന്നുണ്ട്. ഭാര്യയോട് ഇത് ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ മദ്യപാന കാലഘട്ടത്തിൽ ദ്രോഹിച്ചിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയാണ്. അതായത് നമ്മുടെ കൂട്ടായ്മ തന്നെ പറയുന്നത് അവരുടെ വ്യക്തിത്വത്തെ ഏറ്റവും വികൃതമായിട്ട് ചിത്രീകരിച്ച് അവരെ ഏറ്റവും താഴ്ത്തിക്കെട്ടി ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ച് ഏറ്റവും ഹീനമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തിയും ഉപയോഗിച്ച് അവരെ എല്ലാ രീതിയിലും ദ്രോഹിച്ചുകൊണ്ട് അതിൽ നിന്നും ക്രൂരമായിട്ടുള്ള ഒരു ആനന്ദം കണ്ടെത്തിയവരാണ് നമ്മൾ മദ്യാസക്തർ അല്ലെ മദ്യപാനികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പരിഹാര പ്രക്രിയകളും നമുക്കുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന എല്ലാ പരിവർത്തനങ്ങളും നമ്മുടെ മാനസാന്തരത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ രണ്ടാം സ്ഥാനത്ത് വരേണ്ടതും അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം രണ്ടാമതായിട്ട് പ്രതിഫലിക്കേണ്ടതും അല്ലെങ്കിൽ പകർന്നു പോകേണ്ടതും അല്ലെങ്കിൽ അത് പകർന്നു കിട്ടേണ്ടതും അത് ഭാര്യമാരിലായിരിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ എത്തുമ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് ശരിക്കും മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയല്ലോ, നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ വലിയ ശക്തിയുടെ ദൈവത്തിന്റെ ആ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് ആ ദൈവഹിതം എന്താണോ ആ ഹിതമനുസരിച്ചുള്ള ജീവിതമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, അല്ലെ തുടരേണ്ടത്, അല്ലെങ്കിൽ ആ യാത്രയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ ആ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ അല്ല ദൈനംദിന കാര്യങ്ങളിലോ നമ്മുടെ ഇച്ഛയിലോ അല്ലെ നമ്മുടെ ആഗ്രഹങ്ങളിലോ ഒക്കെ എത്ര ശതമാനം, എത്ര ഭാഗം, എത്രയെങ്കിലും അംശം നമുക്ക് അതിൻ്റെ അകത്ത് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നുണ്ട്? അത് എത്തുന്ന സമയത്ത് എത്ര, പിന്നീട് നമ്മളുള്ള സഞ്ചാര വഴിയിൽ എത്ര? എത്തുമ്പോൾ കൂട്ടായ്മ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ ഒരു മദ്യാസക്തൻ നിരീശ്വരവാദിയായിരിക്കും. ഏത് എത്തും മുൻപൊക്കെ ഇതിൻ്റെ അകത്ത് വിശ്വാസമുള്ള ആളാണെങ്കിൽ പോലും എത്തുന്ന ഒരു സമയത്ത് ഈ മദ്യാസക്ത രോഗികൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിരീശ്വരവാദികളായിരിക്കും, അല്ലെ ആജ്ഞേയവാദികളായിരിക്കും. ആജ്ഞേയവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള വാദഗതികൾ ഉന്നയിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ നിരീശ്വരവാദികളായിരിക്കും. അപ്പൊ ഇതിൽ രണ്ട് വാദഗതികളുമായിട്ട് ഇപ്പൊ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാവട്ടെ ആജ്ഞേയവാദികളായിട്ടുള്ള ആളുകളാവട്ടെ ഇതെന്ത് തന്നെയാണെങ്കിലും അവിടെ നിന്നാണ് നമ്മൾ ഈശ്വര വിശ്വാസത്തിലേക്ക് മാറേണ്ടത്, ഒരു ദൈവവിശ്വാസത്തിലേക്ക് മാറേണ്ടത്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആ ഇഷ്ടങ്ങൾ അല്ലെ ആഗ്രഹങ്ങൾ ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്. ആ കാര്യത്തിൽ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ എത്തുമ്പോൾ എവിടെയായിരുന്നു? അവിടുന്ന് നമ്മുടെ ഈ യാത്ര അത് ഒരു ദിവസം പിന്നിടുമ്പോഴാവട്ടെ 10 വർഷം പിന്നിടുമ്പോഴാവട്ടെ എത്ര വർഷങ്ങളായാൽ പോലും ആ തുടക്കത്തിൽ നിന്നും നമുക്ക് അവിടെ എത്രമാത്രം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രമാത്രം പുരോഗതി പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ കൂടിയും ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുന്നതും ഇതിനെ അഭിമുഖീകരിക്കുന്നതും കൈകാര്യം ചെയ്യപ്പെടുന്നതും. അപ്പം ഈ വലിയ ശക്തിയിൽ പലപ്പോഴും നമുക്കിപ്പോഴും ഞാനൊക്കെ ആണെങ്കിലും അതിൻ്റെ അകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഒരംശം മാത്രമേ ശരിക്കും ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുപോലും അതിൻ്റെ അകത്ത് വല്ലാത്ത ഒരു റിസൾട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പലപ്പോഴും അതിൻ്റെ അകത്ത് നമുക്കറിയാം ഇപ്പോഴും നമ്മുടേതായ രീതിയിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ജീവിതം മുന്നോട്ട് പോകണമെന്നും അതുപോലെ തന്നെ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ പലവിധ കണക്കുകൂട്ടലുകളും ഇന്ന് നടക്കേണ്ടതിനും നടത്തേണ്ടതിനെ കുറിച്ചുമായിട്ടുള്ള ചിന്തകളും അതനുസരിച്ചുള്ള പദ്ധതികളുമായിട്ടാണ് നമ്മളുടെ ഓരോ ദിവസവും തുടങ്ങുന്നത്. പക്ഷെ അതിൽ പലതും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ, അല്ലെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ യാഥാർത്ഥ്യമാക്കപ്പെടുന്നുള്ളൂ. അപ്പം നമ്മുടെ കൂട്ടായ്മ പറയുന്നത് എന്താണോ അല്ലെങ്കിൽ സബലീകരിക്കപ്പെടുന്നത്, യാഥാർത്ഥ്യമാക്കപ്പെടുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ദൈവഹിതം. ബാക്കിയുള്ളതൊന്നും ദൈവത്തിന്റെ ഹിതമായിരുന്നില്ല. അപ്പൊ ആ ദൈവത്തിന്റെ ഹിതം എന്താണോ ആ ഹിതവും നമ്മുടെ ഹിതവും ഒന്നിച്ചു വരുന്ന രീതിയിലേക്ക് ദൈവത്തെ അറിയുക എന്നുള്ളതല്ല, ദൈവത്തിൽ അലിയുക എന്നുള്ള തലത്തിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറേണ്ടതും നമ്മുടെ ഈ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്.
അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നാണ് അതായത് നമ്മൾ ഈ പറഞ്ഞ ആസക്തിയുടെ കാര്യമാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബാല്യകൗമാര കാലഘട്ടങ്ങളിൽ നമ്മളിൽ അടിയുറച്ചിട്ടുള്ള ആ ഒരു ചിന്താഗതികളുടെ കാര്യങ്ങളിലാവട്ടെ, ഞാൻ എന്ന വ്യക്തി ആരെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള തിരിച്ചറിവിൽ നിന്നാവട്ടെ, അതുപോലെ തന്നെ പ്രശാന്തത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള ഒരു യാത്ര ഇതെല്ലാം അല്ല ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിത രീതി തുടങ്ങാൻ. അപ്പൊ അങ്ങനെ തുടങ്ങി അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് അതിലൂടെയുള്ള ഒരു സഞ്ചാരത്തിൽ നമുക്ക് ഈ പറയുന്ന തലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണമെങ്കിൽ അതിന് കുറുക്കുവഴികൾ ഒന്നുമില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് കൂട്ടായ്മ പറയുന്ന പടികളിലൂടെയുള്ള സഞ്ചാരം മാത്രമാണുള്ളൂ. ആ സഞ്ചാരത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് പരിവർത്തനം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ മാത്രമേ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂ. ആ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ എന്താണോ ആ യാഥാർത്ഥ്യ ബോധത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രശാന്തതയും സമചിത്തതയും നമുക്ക് കൈവരിക്കണമെങ്കിൽ വൈകാരിക സുബോധാവസ്ഥ നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. ആ വൈകാരിക സുബോധാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ വിവേകപൂർവമായിട്ടുള്ള ചിന്താഗതികളും അതനുസരിച്ചുള്ള പ്രവൃത്തിയും നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കൂട്ടായ്മ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അപ്പം എയുടെ അടിസ്ഥാന തത്വം തന്നെ നമുക്ക് ഇതിന്റെ കർമ്മമാണ് ജീവിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. അപ്പൊ കർമ്മമാണ് ജീവിതത്തിന്റെ മർമ്മം. എന്താണോ നമ്മുടെ പ്രവൃത്തി, വാക്കിനല്ല പ്രവൃത്തിയിലാണ് കാര്യം. അപ്പൊ ആ പ്രവൃത്തി എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോലെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു വ്യക്തിയും ലോകത്തിലില്ല എന്നുള്ളതാണ്. നമ്മൾ അനുഭവിച്ച പോലെയുള്ള യാതനകൾ അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, അതിൻ്റെ അകത്ത് മദ്യപാന കാലഘട്ടത്തിലാണെങ്കിലും അല്ലാതെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള യാതനകളും അതുപോലെയുള്ള ജീവിതവും അതുപോലെ തന്നെ ആ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളും അതൊന്നും മറ്റൊരു വ്യക്തിയും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂട്ടായ്മ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം എന്നെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു. അപ്പൊ എൻ്റെ ജീവിതം എന്നെ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെ ജീവിക്കണം എന്നെന്നെ പഠിപ്പിച്ചു. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ കൂട്ടായ്മ നമ്മളെ പഠിപ്പിക്കും. അപ്പൊ ആ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നങ്ങളെയും, ഏത് പ്രതിസന്ധികളെയും, ഏത് കാര്യത്തെയും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിൻ്റെ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള ശരിയായ വഴികൾ നമ്മുടെ മുന്നിലേക്ക് എത്തും. ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ആ സഞ്ചാരം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. കേവലമായിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങളോ ഭൗതിക സാഹചര്യങ്ങളിലുള്ള പുരോഗതിയോ അല്ല നമ്മുടെ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഭൗതിക പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് മുന്നിൽ ഒരിക്കലും നടക്കില്ല എന്ന് കൂട്ടായ്മ പറയുന്നുണ്ടല്ലോ. അതെപ്പോഴും നമ്മുടെ ആത്മീയ പുരോഗതിയെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നതെന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന യാത്രയുടെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് പങ്കുവയ്ക്കപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ് തുടങ്ങേണ്ടത് എന്നതിനെ ആശ്രയിച്ച് അത്തരത്തിലുള്ളൊരു തുടക്കവും മാറ്റത്തിന് വിധേയമാകാൻ സന്നദ്ധമായ ഒരു മനസ്സോടുകൂടി എൻ്റെ ഉള്ള ആ ഈ സഞ്ചാരവും എന്നിലുണ്ടാക്കുന്ന പരിവർത്തനം ഏത് തരത്തിലുള്ള കാര്യങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം നേരിടുക എന്നുള്ള ആ മാനസികാവസ്ഥ നമ്മൾ വിടുന്നു. ശരിയായ രീതിയിൽ അതിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും കൈകാര്യം ചെയ്യപ്പെടുമ്പോഴും അത് നല്ല രീതിയിലുള്ള ഫലങ്ങൾ നമുക്കുണ്ടാക്കുന്നു. അത് തന്നെയാണ് ആദ്യം പറഞ്ഞ നാളത്തെ പ്രതിദിനമനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രതിദിനമനത്തിലെ അവസാനത്തെ വാചകം. ജീവിതത്തെ അതായിരിക്കുന്ന അവസ്ഥയിൽ അതൊരു വലിയൊരു കാര്യമാണ്. എന്നെയൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ മുൻപ് ഷെയർ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ അതായത് സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിലെ അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിയിലെ ഏറ്റവും നല്ല ഒരു തിരിച്ചറിവാണ്, വിവേകപൂർവമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ജീവിതത്തെ
അതായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഈ വൈകാരിക സുബോധാവസ്ഥയുടെ ആ വളർച്ചയിൽ ഒരുപാട് നമ്മൾ മുന്നോട്ട് എത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ സുബോധാവസ്ഥയിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ജീവിതത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തോടെ ഇപ്പം നമ്മളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇപ്പം ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മളോ വേണ്ടപ്പെട്ടവരോ എത്തി, അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യം നമുക്കുണ്ടാക്കുന്ന സങ്കടവും പ്രതിസന്ധികളും ചില്ലറയല്ല. അത് കുറച്ച് കടുപ്പം പിടിച്ചതൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ആദിയും വ്യാധിയും കൂടും. പക്ഷെ അത് ഒരു യാഥാർത്ഥ്യമാണെന്നും അതിനെന്താണോ പ്രതിവിധി പോംവഴി, ആ വഴിയിലൂടെ നമ്മൾ ഈ പറയുന്ന പ്രശാന്തതയോടെയും സമചിത്തതയോടെയും സഞ്ചരിക്കണമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്നു. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമുക്കത് എങ്ങനെ പരിഹരിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയോ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും അതിനെ മാറ്റാൻ സാധിക്കുകയില്ല. പക്ഷെ അതിനെ നമ്മൾ തരണം ചെയ്യാനും അഭിമുഖീകരിക്കാനും കഴിയുന്ന തരത്തിലേക്ക് എൻ്റെ മാനസിക നില മാറിയിട്ടുണ്ട് എങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു എഫർട്ട് അതിനു വേണ്ടി ഇട്ടാൽ ഉറപ്പായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ ഞാൻ എന്തായിരുന്നു, എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളിടത്തു നിന്ന് വെച്ച് ഈ ഓരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും എൻ്റെ മാറ്റം, എൻ്റെ പരിവർത്തനം, അല്ലെങ്കിൽ എൻ്റെ വളർച്ച, എൻ്റെ പുരോഗതിയെ നമുക്ക് അതിൻ്റെ അകത്ത് ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും കഴിയുമെങ്കിൽ ദൈനംദിനം, ഇപ്പം നമ്മുടെ കൂട്ടായ്മയൊക്കെ പറയുന്ന ദൈനംദിന ഇൻവെന്ററി, ഡെയിലി ഇൻവെന്ററി എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ പറയുന്ന മറ്റു വഴികളിലൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിനെ വിലയിരുത്തുകയും അതനുസരിച്ചുള്ള ഒരു യാത്രയും സഞ്ചാരവും നടത്തുന്നതിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നു. അവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വെറും നമ്മൾ കേവലമായിട്ട് ലാഘവത്തോടെ പറയേണ്ട, കാണേണ്ട മാറിയ ഒരു മനോഭാവമല്ല നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് ശരിയായ രീതിയിലുള്ള മാനസിക പരിവർത്തനം അല്ലെ മാനസാന്തരം തന്നെയാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ ഈ പടികളിലൂടെയുള്ള സഞ്ചാരം, ഇപ്പം പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉടലെടുക്കുമ്പോഴും പലരും പല ഭാഗത്ത് പല ഗ്രൂപ്പുകളായിട്ടും കോക്കസുകളായിട്ടും ഒക്കെ ചേരിതിരിഞ്ഞ് വിഭാഗീയതയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പാരമ്പര്യങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്നു. അപ്പം ശരിക്കും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്തേക്ക് പോയി കൂടുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് മാനസികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ഇതിൽ ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾക്കൊപ്പമോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ കാര്യം. നമ്മളെപ്പോഴും നിൽക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാഗത്തായിരിക്കണം. അതിന് ആൽക്കഹോളിക്സ് അനോണിമസിനോട് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു മദ്യാസക്തനെയും ആവശ്യമില്ല, മറിച്ച് മദ്യാസക്തന് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഈ നമ്മുടെ വളർച്ചയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വൈകാരിക സുബോധാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ജീവിതം അത് നമ്മുടെ കൂട്ടായ്മ വാഗ്ദാനം ചെയ്യുന്നതിന് ഉറപ്പു നൽകുന്നുണ്ട്. അതിലൂടെ സഞ്ചരിച്ച അനുഭവിച്ച ആ ജീവിതം കൃത്യമായിട്ട് പ്രാവർത്തികമാക്കിയ ആളുകളായിരുന്നു ആദ്യകാലത്തെ ഇതിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അവർ പ്രാവർത്തികമാക്കിയ ഒരു ജീവിതമാണ് നമ്മളെപ്പോലുള്ള മദ്യാസക്തരുടെ മുന്നിലേക്ക് ഇങ്ങനെ ലിറ്ററേച്ചറുകളിലൂടെയും അല്ലാതെയും പഴമക്കാരിലൂടെയൊക്കെ എത്തിച്ചു നൽകിയിരിക്കുന്നത്. അതിനെ വേണ്ട രീതിയിൽ, ശരിയായ രീതിയിൽ നമ്മൾക്ക് വീണ് കിട്ടിയിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ ആ ഒരു മഹാഭാഗ്യവും അത് ശരിയായ രീതിയിൽ നമ്മൾ അനുഭവിച്ചറിയുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സുബോധാവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം വീണ്ടും വീണ്ടും നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിൽ പതിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്, കർമ്മമാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്, വാക്കുകളല്ല. വാക്കുകളിലൂടെയുള്ള ഒരു തത്വങ്ങളും അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങളും ഒരാശയങ്ങളും ആരിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുമ്പോഴാണ്
നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള ആ ഒരു റിസൾട്ടുകൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നമ്മുടെ ഈ കൂട്ടായ്മ തെളിയിച്ചിട്ടുള്ളതാണ്, നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്തരം ആ വഴികളിലൂടെ ഞാൻ ആരെന്നുള്ള ആ ചിന്തയിൽ നിന്ന്, അവിടെ നിന്നുള്ള തുടക്കത്തിൽ നിന്നും നമുക്ക് എല്ലാവർക്കും മാറുവാൻ സാധിക്കും. ആ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഏത് മേഖലയിലെ ഏത് പ്രശ്നത്തെയും ഏത് രീതിയിലും നേരിടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അങ്ങനെ അത് ശരിയായ രീതിയിൽ ആസ്വദിക്കാനും അനുഭവിച്ചറിയാനും, അതായത് വൈകാരിക സുബോധാവസ്ഥ അല്ലെ സുബോധ ജീവിതം, അത് അനുഭവിക്കാനും ആസ്വദിച്ചറിയാനും കഴിയുന്ന തരത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിതാവസാനം വരെ യാത്ര ചെയ്യാൻ, ഒരുമിച്ച് യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിലേട്ടാ.